പരിപാടി ചെടി നടൽ. ഇത് യൂസ് ചെയ്ത ക്യാൻസർ ഒന്നും വരൂല. പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാൻസറിന്റെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഔഷധ സസ്യമാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ നടാൻ വേണ്ടി ഇതിന് യൂസ് ചെയ്ത് ഇത്രയും അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ഓടക്കിട്ടാൻ റെഡി ആക്കുവാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഞങ്ങളപ്പോൾ ഈ പോട്ടി മിക്സ്ചർ ഉണ്ടാക്കി കണ്ടില്ലേ, അങ്ങനെ ആ ചെടി നട്ടു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ചെടി നടൽ. ഇതിന്റെ പേര് ഔഷധ ചെടി. ഇത് യൂസ് ചെയ്ത ക്യാൻസർ ഒന്നും വരൂല. ചെടിയുടെ പേരെന്നാ? സീതാമുടി. ഇതാണ് ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്ന ചെടി. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി ക്യാൻസർ ഡ്രഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഞാൻ സീതാമുടിയുടെ പല വളർച്ചയുള്ള ചെടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കൊടുക്കാൻ കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന തൈ ഒരു ചെറിയ തൈയാണ്. അപ്പോൾ ഇത് വളർന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിലെ പൂങ്കുല എന്ന് പറയുന്നത് എന്താണ്, അത് വളർന്നത് എങ്ങനെയാണ്, അതിൽ ഭംഗിയുള്ളതാണോ എന്നൊക്കെ കാണിക്കാനാണ് ഞാൻ ഈ പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇടതുവശത്തിരിക്കുന്ന ഒരു തൈ, ഏകദേശം അത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലിരിക്കുന്ന തൈ എന്ന് പറയുന്നത്. ഇത് വളർന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിൻ്റെ ഇങ്ങനെ ഒരു പൂങ്കുല, ഒരു ഗ്രീൻ ആയിട്ടുള്ള കണ്ടില്ലേ, പെൺകുട്ടികളുടെ മുടിയൊക്കെ പിന്നിട്ട് ഇതുപോലെയാണ് കിടക്കുന്നത്. ശരിക്കും ഇത് നമ്മൾ പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ആയിട്ടുള്ള പൂവുണ്ട്. ആ പൂവാണ് ഇതിൻ്റെ ഔഷധയോഗ്യമുള്ള സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഔഷധ സസ്യങ്ങളെ പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യവും. ഇതിനും പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ സീതാമുടി എന്ന് പറയുന്നത് ഇവിടെ അർബുദനാശിനി എന്നും അറിയപ്പെടുന്നുണ്ട്. പല വേറെ നാടുകളിലൊക്കെ ഇത് നാരിമുടി, ബാലജട എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ സർവാരോഹിണി എന്നാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സർവാരോഹിണി എന്ന് അടിച്ചു നോക്കിയിട്ടൊന്നും എനിക്ക് ഇതിൻ്റെ ചെടിയേ വന്നില്ല. ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തിട്ട് വന്നില്ല. പിന്നെ ഞാൻ ഇത് ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം വന്നു, ഡെസ്മോഡി ലോങ്കിപ്പസ് എന്നാണ്. പിന്നെ ഞാനത് വെച്ചിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പേര് സീതാമുടി, നാരിമുടി, ബാലച്ചെട എന്നൊക്കെയാണെന്ന്. ഇതിന് ഒരുപാട് ഔഷധ പ്രാധാന്യങ്ങളുണ്ട് കേട്ടോ. ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പൂങ്കുലയാണ് ഇതിൻ്റെ ഏറ്റവും ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ശരീരത്തിലൊക്കെ എവിടെയൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ട്രീറ്റ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ ചെടിയാണ് ഈ സീതാമുടി എന്ന് പറയുന്നത്. ശരിക്കും അത് മാത്രമല്ല, അതിൻ്റെ കൂടെ വേറെ കൂട്ടൊക്കെ ഉണ്ട്. പാലും സീതാമുടിയുടെ പൂങ്കൂലയൊക്കെ ചേർത്ത് ഒരു ഔഷധ കൂട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. നാട്ടുവൈദ്യന്മാരും ആയുർവേദത്തിൽ അഗ്രഗണ്യരായിട്ടുള്ളവർക്കൊക്കെയാണ് അതിനെപ്പറ്റി അറിയുള്ളൂ. എന്തായാലും നമുക്ക് പറയാം, ഈ മുഴകളൊക്കെ ഇല്ലാതാക്കാൻ യൂസ് ചെയ്യുന്നത് കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ക്യാൻസറിൻ്റെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഔഷധ സസ്യമാണ് ഈ സീതാമുടി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ വിഷാംശങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ കൂട്ടിൽ ഈ സീതാമുടി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതൊരു അടിപൊളി ഔഷധ ചെടിയാണ്. അതുപോലെ നമുക്കൊരു അലങ്കാര ചെടി, നമുക്ക് വീട്ടിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കൂടി പറയാം. ഇത് നമ്മൾ അങ്കമാലിയിൽ നിന്ന് നമ്മൾ ആലുവയിലേക്ക് വന്ന വഴി എയർപോർട്ട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ഔഷധ സസ്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പല സസ്യങ്ങളും ഞാൻ വാങ്ങിക്കാറുണ്ട്. കണ്ടില്ല, ഇത് നിങ്ങൾക്ക് അറിയാം, വയമ്പ് കണ്ടില്ലേ, കുട്ടികളുടെ നാവിലൊക്കെ നമ്മൾ വിൽക്കുന്ന വയമ്പാണിത്. പിന്നെ ഇതിൽ കണ്ടില്ലേ, ഇത് കർപ്പൂര തുളസിയാണ്. കർപ്പൂര തുളസി നോക്കിയടാ കണ്ണാ, ഇതിന്റെ സ്മെല്ല് നോക്കിയടാ, കർപ്പൂരത്തിന്റെ സ്മെല്ല് നോക്കിയടാ, എന്താ നല്ല സ്മെല്ലില്ലേ? ഔഷധത്തിന്റെ സ്മെല്ലുണ്ട് അല്ലേ. ഇതാണ് കർപ്പൂര തുളസി. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം എന്താണ് രാമതുളസി. പിന്നെ ഇതാണ് നീലാംബരി കേട്ടോ. ഇതൊക്കെ ഓരോ ഔഷധങ്ങളാണ്. ഇതിന്റെയൊക്കെ എന്തൊക്കെയാണ് ഒരു ഇമ്പോർട്ടൻസിനൊക്കെ പിന്നെ ഞാൻ പറയാം. ഇതുപോലെ കിളിഞ്ഞാവല് 2-3 തൈകളെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കിളിഞ്ഞാവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഞാവല് പോലെയല്ല, ഇത് നമുക്ക് ചട്ടിയിലൊക്കെ നടാം. ഏകദേശം ഇത്രയും പൊക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ഞാവൽപ്പഴം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഫസ്റ്റ് വൺ. ഞങ്ങൾ സാധാരണ നടുന്ന ഇതുപോലെയൊക്കെ തന്നെയാണ് നടന്നത്. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇപ്പോൾ എൻ്റെ ഒരു തോളിന്റെ പൊക്കത്തിലേക്കാണ് ഇത് വലുതാവുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ നടാൻ വേണ്ടി ഇതിന് യൂസ് ചെയ്തത് ഇത്രയും അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് കേട്ടോ. ഇത്ര ഒരു വലിയ ചട്ടി ഞങ്ങൾ എടുത്തു. അപ്പോൾ അവനറിയാം, കാരണം അവൻ എടുത്തപ്പോൾ തന്നെ കണ്ടില്ല ഓടൊക്കെ ഇട്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യണത് അത് തന്നെയാണ്. ഒരു ചട്ടിയിൽ നമ്മൾ താഴെ കൂടി മണ്ണിറങ്ങാതിരിക്കാനും പിന്നെ അതുപോലെ വെള്ളമൊക്കെ ഇറങ്ങാനും വേണ്ടി അത്യാവശ്യം ഓടൊക്കെ ഇടാറുണ്ട്.
പിന്നെ അത്യാവശ്യം തണുപ്പും കിട്ടും ഈ ഓടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഓടൊക്കെ ഇട്ടാൻ റെഡി ആക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ മണ്ണ് കണ്ടില്ലേ, ഞങ്ങളുടെ നാട്ടിലെ മണ്ണാണിത്. ഇപ്പൊ ഞാൻ പറമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്, കണ്ടില്ലേ ഇതൊരു ചെമ്മണ്ണാണ്. ഇനി ഇത്ര മതിയില്ലടാ. ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് വളം ഇടാം അല്ലേ? അപ്പൊ ഇതാണ് വളം. ഇതിൽ എന്തൊക്കെയാണ് ഇറങ്ങിയത്? ഇത് ചാണകമുണ്ട്, പിന്നെ അതുപോലെ ഇതില് വേപ്പിൻ പിണ്ണാക്ക് ഉണ്ട്. അതന്നെ വേപ്പിൻ പിണ്ണാക്ക് ഉണ്ട്, ചാണകം ഉണ്ട്, പിന്നെ അത് എല്ലുപൊടിയൊക്കെ ഉള്ള മിക്സ്ചറാണ് കേട്ടത്. ഇത് പുതിയ മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾ കുറച്ച് ഇതിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയൊക്കെ ചേർന്നിട്ടുള്ള എല്ലാം കൂടി ഞങ്ങൾ ചേർത്തു. പിന്നെ കുറച്ച് ചകിരിച്ചോറോടെ. ചകിരിച്ചോറ് എന്ത് ചെയ്താണ്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം അധികം ഒന്നും പാടില്ല. ചകിരിച്ചോറ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞു പോയാലോ അല്ലെ? ഇത് മതിയില്ലടാ. ഓക്കെ, ഒന്ന് ഇളക്ക് നീ ഇളക്കിക്കോ. അറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ആദ്യം അവൻ ഇതിൽ ഓടിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നിറച്ചോടെ എന്താ മിക്സ് ചെയ്തറന്നോ നീ? അപ്പൊ കണ്ടില്ലേ, ഞങ്ങളിപ്പോ ഈ പോട്ടി മിക്സ്ചർ ഉണ്ടാക്കി ചെടിയിൽ ഈ മണ്ണും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയും ചകിരിച്ചോറൊക്കെ ചേർത്ത് പോട്ടി മിക്സ്ചർ റെഡി ആക്കിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് കാണിച്ചു കൊടുക്കുന്നതായിരിക്കാം ഇവന് ഇതെല്ലാം ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കളെയൊക്കെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നടാനും അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊക്കെ നിങ്ങൾ അവരെയും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ അവർക്കും അത് ഇഷ്ടം വന്നോളും. അതുകൊണ്ട് ഭാവിയിൽ അവർക്ക് ചെടി നടാനുള്ള ഒരു ആഗ്രഹം, അതുപോലെ പ്രകൃതിയോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ വന്നോളും. ആയോടാ, റെഡി ആയോടാ? ഇത് അച്ഛ കേട്ടിരുന്നോ? അച്ഛ മണ്ണ് നിറക്കിട്ടെ? മോൻ നിറച്ചോ. ഓക്കെ, അച്ഛ നിറയ്ക്കാം മോന്. പിടിച്ചോ, ചെടി പിടിച്ചു, ചെടി പിടിച്ചോട്ടെ. നിറലായിട്ട് അച്ഛൻ പറയാം. ഹോളിടാം. അത്ര അല്ലല്ലോ നമ്മൾ കുറച്ചും കൂടെ വെക്കാറില്ലേ? അതിൽ കുറച്ചല്ലേ ഉള്ളു. അതെന്താ പറയാമോ, നമ്മൾ കുറച്ച് മണ്ണൊക്കെ നിറച്ചില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ലൂസായിട്ടല്ലേ ഇരിക്കണേ. നമ്മൾ ഇനി ഇത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് കത്തി ആവുമ്പേ ഈ വെള്ളം ഈ മണ്ണങ്ങ് താഴോട്ട് പോകും. അപ്പൊ ഇല്ലേ ചെടി കുറെ താഴോട്ട് ഇരിക്കുന്നോട് തോന്നും. ഓക്കെ, അച്ഛൻ ഹോളുണ്ടാക്കി തരാൻ വെച്ചോ. അപ്പോൾ ആരിഷ് കണ്ടില്ല, അങ്ങനെ ആ ചെടി നട്ടു. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് വളരുന്നത്. ഇത് അധികം പൊക്കമൊന്നും വെക്കില്ല കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് അത് ഒരു ഏകദേശം 160 സെന്റിമീറ്റർ പൊക്കമൊക്കെയാണ് ഇതിന് വെക്കുള്ളൂ. വെള്ളം എടുക്കാൻ വേണ്ടി ഓടിയൊക്കെ ഉണ്ടോ. ആശാനിങ്ങനെ ഇതൊക്കെ നട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇതില്ലേ വാടാ, കുറച്ചുകൂടെ നിൽക്കട്ടാ, വെള്ളം ഒഴിക്കലായിട്ടോടാ. അയ്യോ കേട്ടോ, മണ്ണ് പോയില്ലോടാ. ഓക്കെ, ഒഴിച്ചോ. മട്ടൻ ചുറ്റി കഴിച്ചു. ഓക്കെ അല്ലേ? മതി നോക്കി, ഇനി അത് വെച്ചിട്ടുണ്ടോ? അതെ. അപ്പോൾ ഞങ്ങളിത് നട്ടു. ഇനി അടുത്ത ചെടികളൊക്കെ നടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ചെടികളുടെ എന്താണ് സവിശേഷതകൾ, അതിൻ്റെ ഓരോ ഔഷധ സസ്യങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഞാൻ വരും വീഡിയോയിൽ കാണിക്കും. ഈ ഔഷധ സസ്യങ്ങൾ കൂടാതെ കുറച്ച് ഔഷധ സസ്യങ്ങളുടെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഔഷധ സസ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, പിന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങളായിട്ട് പരിചയപ്പെടാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഞങ്ങൾക്ക് അറിയില്ലാത്ത അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ പറ.